ഹലോ! ഇന്നൊരു ഡയമി ലീഫാണ്. ജിമ്മിന് പോണ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞ് ഡയമി ലീഫ് ട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു 5:30 ആകുമ്പോഴാണ് എണീക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിസ്കാരം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഭയങ്കര ഒന്ന് നല്ല റീഫ്രഷിങ് ഒരു എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ തുറന്നിടുന്നുണ്ട്. പിന്നെ കുറച്ച് പൂക്കളും ഇതൊക്കെ ഈ സൈഡായിട്ട് നിൽക്കണതുകൊണ്ട് ഭയങ്കര കാണാൻ രസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോഴേക്കും നമുക്ക് ജിമ്മിന് പോകണ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെട്ടെന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് നമ്മുടെ ജിമ്മിന് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ റെഡി ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇന്ന് ഒറ്റക്കാണ് കേട്ടോ പോണത്. അല്ലെങ്കിൽ ഞാനും ബ്രദറും കൂടെ ഒരുമിച്ച് പോവുക. ഇന്ന് എന്തായാലും ഒറ്റക്കാണ്. അപ്പോൾ എന്തായാലും ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ വർക്കൗട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ, കുറച്ച് നേരം റെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ. അപ്പോൾ ഇതാ ഇത് തന്നെ ഞങ്ങളുടെ ജിം സെൻറ്റർ. അതുപോലെ തന്നെ ഇതാ ഒരു കുഞ്ഞു ചെടിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ വർക്കൗട്ടിൽ ലാസ്റ്റത്തെ ഒരു വർക്കൗട്ടാട്ടോ അത്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിയുമ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാനായിട്ട് ഇതാ വീറ്റിൻ്റെ ബ്രെഡാണ് കേട്ടോ അത് നമ്മളൊന്ന് ചെറുതായി ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാലും ഈ 2 ബ്രെഡാണ് ഞാൻ കഴിക്കണത്. എൻ്റെ BMI ലെവലൊക്കെ നോർമലാണ്. എന്നാൽ പോലും എനിക്ക് ഫുഡും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് എപ്പോഴും ഫിറ്റായിട്ട് ഇരിക്കണതാണ് കൂടുതൽ ഇഷ്ടം. തടി വെക്കണത് ഇഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൊടുക്കേണ്ട 2 ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കാം. അപ്പോൾ അയലയാണ് കേട്ടോ പൊരിക്കണത്. സാധാ മസാലയൊക്കെ ചേർത്തിട്ടാണ് പൊരിച്ചെടുക്കണത്. അപ്പോൾ ഇത് ഞാൻ ചോറ് ഉച്ചയ്ക്ക് കഴിക്കണില്ല. ഞാൻ അതിന് പകരമായിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വീറ്റ് ബ്രെഡും കൊണ്ട് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുക്കുംബറും അതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഇവിടെ ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് നമുക്കിതിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കം ഒന്നും നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റില്ല, ക്യാരറ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ഒരു വീറ്റ് ബ്രെഡ് രാവിലെ കഴിച്ചാൽ അതേ സെയിം തന്നെ കേട്ടോ. വീറ്റ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കുംബർ ഇതുപോലെ നല്ലപോലെ നിരത്തി വെക്കുന്നുണ്ട്. എന്നും ഞാൻ ചോറൊന്നും കഴിക്കാറില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക. ചിലപ്പോൾ ഓട്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മീൻ നമ്മൾ പൊരിച്ചില്ലേ, അതിൽ നിന്ന് ഒരു അയലൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് മേലെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഒരു കുഞ്ഞ് ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 ഒന്നും കഴിക്കില്ല, ചിലപ്പോൾ ഒരെണ്ണേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു 1.5 കഴിക്കും. അപ്പോൾ എന്തായാലും 2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും കുറച്ച് നേരം ഡ്രസ്സൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്ത് കഴിച്ചത് പനനൊങ്കാണ്. നല്ല ടേസ്റ്റുകളാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഓട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓട്സ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പാലും ഷുഗറൊന്നും കഴിക്കുന്നില്ല. അതിന് പകരം നമുക്കൊരു നല്ലൊരു കഴിക്കാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പഴം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.